ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ഭഗവത്ഗീതയുടെ ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി ഒന്ന് കേൾക്കണം. കാരണം ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, അർജുന വിഷാദയോഗ. ശ്രദ്ധയോടുകൂടി പഠിച്ചവർക്ക് എല്ലാവർക്കും അർജുനൻ്റെ ആ സംശയം, അർജുനനുണ്ടായ ആ സംശയങ്ങൾ നമ്മുടെ മനസ്സിലും ഉണ്ടായി കാണും. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് അറിയണമല്ലോ. ഭഗവാൻ എന്താണ് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാനായിട്ട് നമുക്ക് ആഗ്രഹം കാണും. അതുകൊണ്ട് തന്നെ അടുത്ത വ്യാഴാഴ്ചത്തെ ക്ലാസ്സുകൾ എല്ലാവരും കയറണം, എന്നിട്ട് ആ ക്ലാസ് കേൾക്കണം. ഇന്നലത്തെ ക്ലാസ് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ആ ക്ലാസ്സിൽ കയറി കേൾക്കണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതൊന്നും പറയാനല്ല. നമുക്കൊരുപാട് ആളുകൾക്ക് രോഗദുരിതങ്ങളുണ്ട് ഇല്ലേ? വിട്ടുമാറാത്ത തലവേദന കാണും, സൈനസൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ കാണും, തുമ്മൽ, അലർജി പോലുള്ള പ്രശ്നങ്ങൾ കാണും, കാലുവേദന, നടുവേദന, നീര്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ട് അലട്ടുന്ന ആളുകൾ കാണും. ആസ്മ, അതിനൊക്കെ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടാവും. അതല്ലാതെ നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും കാണും. അപ്പം നമുക്ക് പണ്ട് മുതലേ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത്? മരുന്നും മന്ത്രവും വേണമെന്ന് പറയും. അപ്പോൾ മരുന്ന് നമുക്ക് ഡോക്ടർമാർ തരും. ആ മരുന്ന് നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായി കഴിക്കുക, ഡോക്ടർമാർ പറയുന്ന ആ ചിട്ടവട്ടത്തിലൊക്കെ ഇരിക്കുക. ഇനി മന്ത്രം വേണ്ടേ? അതിന് വേണ്ടിയിട്ട് 2 മന്ത്രങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ വന്നത്. ഒരുപാട് മന്ത്രങ്ങളുണ്ട് നമ്മളെ ഈ അലട്ടുന്ന രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട്. അത് ഇന്ന രോഗമൊന്നുമില്ല. ഏത് രോഗം കൊണ്ടാണോ നമ്മൾ കഷ്ടപ്പെടുന്നത് അതിനൊരു ശമനം കിട്ടുന്നതിന് വേണ്ടി ചില മന്ത്രങ്ങളുണ്ട്. അതിൽ ഞാൻ 2 മന്ത്രങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് മഹാദേവൻ്റെ ഒരു മന്ത്രവും, 2 ധന്വന്തരി മന്ത്രവും. അതിൽ മഹാദേവൻ്റെ ഒരു മന്ത്രം നിങ്ങൾ കേട്ടോളൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയും കൂടെ തരാം, കാരണം ഇത് തെറ്റാതെ നിങ്ങൾ ജപിക്കണം. കേട്ടോളൂ. പ്രാതസ്മരാമി ഭവഭീതിഹരം സുരേശം ഗംഗാധരം വൃഷഭവാഹനമംബികേശം ഖഡ്വാംഗശൂല വരദാഭയഹസ്തമീശം സംസാരരോഗഹരം ഔഷധമദ്വിതീയം. ഇതാണ് ഭഗവാൻ മഹാദേവൻ്റെ മന്ത്രം. ഈ മന്ത്രം നിരന്തരം ജപിക്കാം. 108 തവണ ജപിക്കാം, 21 തവണ ജപിക്കാം, 1008 തവണ ജപിക്കാം. നമുക്ക് എത്ര തവണ ജപിക്കാൻ പറ്റുമോ അത്രത്തോളം തവണ ജപിക്കാം. അങ്ങനെ നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നാൽ വിശ്വാസപൂർവ്വം ജപിക്കണം. അല്ലാതെ ഇതൊന്ന് ജപിച്ചു നോക്കട്ടെ 7 ദിവസം കൊണ്ട് മാറുമോ, അങ്ങനെ ആവരുത്. നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴും അങ്ങനല്ലേ? ഡോക്ടറെ വിശ്വസിച്ച് ഇത് അസുഖം മാറുമെന്ന് കരുതിയാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്. അതുപോലെ മരുന്ന് കഴിക്കാതെ മന്ത്രം മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ മരുന്നും മന്ത്രവും എന്നുള്ള ആ പ്രയോഗമുണ്ട്. കാരണം മരുന്ന് കഴിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ അസുഖം മാറണമെന്നില്ല. നമുക്കൊക്കെ ചില പ്രാർത്ഥനകളും കൂടെ വേണം. അപ്പോൾ ഓരോ രോഗത്തിനും നമ്മൾ ഓരോ മരുന്നുകളാണ് കഴിക്കുന്നത്. അതേപോലെ ഓരോ പ്രാർത്ഥനകളുണ്ട്. ഇത് ഭഗവാൻ മഹാദേവനോട് നമുക്കുള്ള ഈ രോഗമെല്ലാം മാറ്റിത്തരണമേ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന മന്ത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് ഇത്ര തവണയെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം സമയം നിങ്ങൾക്കിത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന നമുക്കൊന്ന് കേൾക്കാൻ പറ്റണം. അയലത്തുകാർക്കോ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരോ ഒന്നും കേൾക്കണ്ട. പക്ഷെ നമ്മൾ ജപിക്കുമ്പം ആ ജപത്തിൻ്റെ ശബ്ദം നമ്മുടെ ചെവികളിലൊന്ന് മുഴങ്ങത്തക്ക രീതിയിൽ വേണം നമ്മൾ ജപിക്കാനായിട്ട്. അതായത് ഇങ്ങനെ ചെറിയ ശബ്ദത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ജപിക്കുക. ഇത് എഴുതി വെച്ചിട്ട് നിങ്ങൾ ആദ്യമൊക്കെ ഇത് നോക്കി നോക്കി ജപിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളത് കാണാതെ പഠിക്കും. തെറ്റിച്ചൊന്നും ജപിക്കരുത്. എപ്പോഴും നമ്മളത് ജപിക്കുക, നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ഇത്ര കണക്കെന്നൊന്നും വെക്കണ്ട, പറ്റുന്നിടത്തോളം ജപിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അത് നോക്കിയെടുത്ത് നിങ്ങൾ ജപിച്ചാൽ മതി. ശിവക്ഷേത്ര ദർശനത്തിലൊക്കെ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൽ തൊഴുത് ഇറങ്ങിയതിന് ശേഷം അവിടെ ഇരുന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ജപിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രമാണ് ധന്വന്തരി മൂർത്തിയുടെ ഒരു മന്ത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം, ധന്വന്തരമൂർത്തി എന്ന് പറയുന്നത് ഭഗവാന്റെ മറ്റൊരു അംശാവതാരം തന്നെയാണ്. ദേവന്മാരുടെ വൈദ്യനാണ് ധന്വന്തരി മൂർത്തി. അപ്പോൾ ധന്വന്തരി മൂർത്തിയുടെ ഒരു മന്ത്രമുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞു തരാം. കേട്ടോളൂ.
അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശായ ശേഷാനാശു ധന്വന്തരേ ഹര. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് എഴുതി തരാം. ഇതും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ജപിക്കാം. പരമാവധി സമയം ജപിക്കുക. നമ്മളുടെ ഇഷ്ടം, ഇത് രണ്ടും കൂടെ ജപിക്കണമെന്നില്ല. ഇപ്പോൾ ചില മനുഷ്യർ ശിവഭക്തർ കാണും, കൂടുതലായിട്ട് ഒരു മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാന്റെ ഈ മന്ത്രം ചൊല്ലുക. അതല്ല ധന്വന്തരി മൂർത്തിയെ വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ മതിയെങ്കിൽ അത് ചൊല്ലുക. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൊല്ലിയാൽ മതി. പക്ഷെ ആ ഒന്ന് ചൊല്ലുമ്പോൾ അത് മനസ്സിൽ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിത് മാറ്റി തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇത് മാറുമെന്ന് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. രണ്ടും കൂടെ പ്രാർത്ഥിക്കേണ്ട, ഒരെണ്ണം. ഇപ്പോൾ നമ്മൾ ആയുർവേദവും ഹോമിയോയും കൂടെ കഴിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ കുറേ അലോപ്പതിയും കൂടെ കഴിക്കുന്നു. ഏതെങ്കിലും കൊണ്ടങ്ങ് മാറുന്നെങ്കിൽ മാറട്ടെ, അങ്ങനെ വേണ്ട. ഏതെങ്കിലും ഒന്ന് മതി. അതേപോലെ ഒന്നുകിൽ നിങ്ങൾ ഭഗവാന്റെ മന്ത്രം ജപിക്കുക, അതല്ലെങ്കിൽ മഹാദേവൻ്റെ മന്ത്രം ജപിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു. നിങ്ങൾ ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ജപിക്കുക. മരുന്നും മന്ത്രവും എന്നത് പ്രത്യേകം ഓർക്കുക. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുക. അതിനനുസരിച്ചിട്ടുള്ള ആരോഗ്യ ചിട്ടകളൊക്കെ നോക്കുക. പക്ഷേ ഈ മന്ത്രവും കൂടെ നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ്, കുറേശ്ശെ വിശ്വസിച്ച് ജപിക്കണം. അത് വളരെ നിർബന്ധമാണ്. വിശ്വസിച്ച് ഭഗവാൻ എൻ്റെ ഈ അസുഖം മാറ്റിത്തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ ജപിച്ചാൽ തീർച്ചയായും അതിനൊരു ഫലമുണ്ടാകും. വിശ്വാസം എപ്പോഴും നല്ലതാണ്. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ മന്ത്രങ്ങൾ, ഓരോ പ്രാർത്ഥനകൾ അല്ലേ. നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ചോറൊക്കെ ഉണ്ണാം, ശരിയാ. പക്ഷേ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ ചോറെല്ലാം കൂടെ വാരി തിന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുടവേറൊക്കെ വരും, ചിലപ്പോൾ ഷുഗറൊക്കെ വരാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരാം, ശരീരത്തിൽ നീരൊക്കെ വരാം. അപ്പോൾ ഓരോന്നിനും ഓരോ ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പണ്ട് മുതലേ ഉള്ള ആളുകൾ കഴിച്ചുകൊണ്ടിരുന്നത്. പണ്ടത്തെ ആളുകൾ രാവിലെ ചോറുണ്ണുന്നത് എന്തിനാണ്? അവർ ഒരുപാട് അധ്വാനിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാർബോഹൈഡ്രേറ്റ് ഒക്കെ എന്ത് ചെയ്യും? അവർ ഒരുപാട് അധ്വാനിക്കുമ്പം ആ അധ്വാനത്തിലൂടെ അത് നഷ്ടപ്പെടും. ഇത് നമ്മളെന്താ ചെയ്യുന്നത്? വെറുതെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം കൂടെ വാരി വലിച്ച് തിന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും എന്തുണ്ടാകുന്നത്? കുറേ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഏകാദശി വ്രതങ്ങൾ എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഡയറ്റ് കൺട്രോൾ ചെയ്യും. ഷഷ്ടി വ്രതങ്ങൾ എടുക്കുക. ഇതുപോലുള്ള വ്രതങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നവരാത്രി വരും. അപ്പോൾ നവരാത്രി 9 ദിവസം നമ്മൾ വ്രതം എടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ അസുഖങ്ങൾക്ക് ഒരു കുറവുണ്ടാകും. അക്കൂട്ടത്തിൽ പ്രാർത്ഥനയും കൂടെ ഉണ്ടായാൽ എല്ലാം നിശേഷം മാറിയിരിക്കും. മരുന്ന് കഴിക്കണം, അത് പ്രത്യേകം ഓർക്കുക. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. 17-ാം തീയതി മുതൽ ആറ്റുകാൽ പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്ന് ശുദ്ധാഹാരത്തിലൊക്കെ ഇരിക്കുന്നത് വളരെ നല്ലതാണ്. നോൺ വെജിറ്റേറിയനൊക്കെ ഒന്ന് ഉപേക്ഷിക്കുക. പച്ചക്കറിയൊക്കെ ഒന്ന് കഴിച്ച് അതൊക്കെ ഒന്ന് ശീലമാക്കുക. അതൊക്കെ ആലോചിക്കാൻ ഞാൻ വിശദമായൊരു വീഡിയോ ആറ്റുകാൽ പൊങ്കാലയെ പറ്റി ഇടാം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വിളക്ക് കത്തിക്കേണ്ടുന്ന സമയം എപ്പോഴാണ്, തളിക്കേണ്ടുന്ന സമയം എപ്പോഴാണ്, അതുപോലെ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ വിശദമായിട്ട് ഞാൻ പറയാം. അതുപോലെ കണ്ണകി ചരിതം അതും ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. നാളത്തേക്ക് ആ വീഡിയോ ഇടാം. കണ്ണകി ചരിതത്തിൻ്റെ വീഡിയോ നാളെ ഇടാം. മറ്റ് സമയങ്ങളൊക്കെ കുറച്ചും കൂടെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് പൊങ്കാല അടുപ്പിച്ചാവുമ്പോൾ ഇടാം. അടുപ്പ് കൂട്ടുന്ന വിധവും അതുപോലെ തന്നെ വീട്ടിലെങ്ങനെയാണ് പൊങ്കാല ഇടേണ്ടത് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം മറ്റൊരു വീഡിയോയിൽ. പൊങ്കാല അടുക്കുമ്പോഴേക്കും കണ്ണകി ചരിതം അടുത്ത ദിവസം തന്നെ ഞാൻ വീഡിയോ ഇടാം. ഭഗവത്ഗീതയുടെ ക്ലാസ് കേൾക്കാത്തവരെല്ലാവരും ആ ക്ലാസ് പോയി കേൾക്കണം. കാരണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.